നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 6 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ഷുവർ ഞങ്ങൾക്ക് സ്വർഗം തരും. റസൂലുള്ളാഹിയാ പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് കളവ് പറയരുത്. കളവിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതാണ് കണ്ടതും കേട്ടതും പറയരുത്. അങ്ങനെയാണ് ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഹദീസിനെ വിശദീകരിച്ചത്. ദീനിന്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. ഇന്ന കദിബൻ അലയ്യ, എന്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സാധാരണ മറ്റുള്ള ആളുടെ പേരിൽ കളവ് പറയുന്ന പോലെ അല്ല. അപ്പൊ ദീനിന്റെ കാര്യം പറയും. ഒരു വീഡിയോ നമ്മുടെ ഗ്രൂപ്പിൽ വന്നു, എന്തോ ദീനാണ് ഒരാൾ പറയണത്, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്, അത് നമുക്ക് ഉറപ്പില്ല, ഷെയർ ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരു കുറ്റമില്ല. അഥവാ ഷെയർ ചെയ്താൽ അതില്ലാത്തതായാൽ നമ്മൾ കുടുങ്ങിപ്പോകും. ആയത്തുൽ കുർസി ഓതിയാലുള്ള 28 നേട്ടങ്ങൾ, അതിൽ 27 സ്വഹീഹാണ്, 1 കളവാണ്, കുടുങ്ങിപ്പോയി. നല്ല കാര്യമാണെങ്കിലും കളവ് പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 10 ഖത്മ ഓതി തീർക്കാറുണ്ട്. നല്ല കാര്യമല്ലേ അത്? അതെ, പക്ഷെ അത് കളവാണ്. അർണം കൊണ്ട് ആ കളവ് പറഞ്ഞാൽ നരക സീറ്റ് ഉറപ്പാണ്, കൺഫേം ആണ്. വെയിറ്റിംഗ് ലിസ്റ്റ് എല്ലാം കൺഫേം, നരക സീറ്റ് ഷുവറാണ്. ആ ഹദീസിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, നരക സീറ്റ് ഉറപ്പായിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് റെഡി ആയിക്കോളിയും, അങ്ങനെയും അർത്ഥമുണ്ട് അതിന്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അതുകൊണ്ട് മുത്തു മോമിനീങ്ങളെ ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം, നമ്മളെ നാവിൽ നിന്നോ വിരൽ തുമ്പുകളിൽ നിന്നോ സത്യമല്ലാത്തത് വരരുത്. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കള്ളത്തരം തമ്മാടിത്തത്തിലേക്ക് എത്തിക്കും. കളവ് പറയുന്നവർ കുറച്ച് കാലം കഴിയുമ്പോൾ മറ്റു പല വലിയ വലിയ തെറ്റിലേക്ക് എത്തി ലാസ്റ്റ് ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, അയാൾ നരകത്തിലേക്ക് എത്തും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, തമാശക്ക് പോലും കളവറിയരുത്. എന്നെ ഇവിടെ വെയിറ്റ് ചെയ്യും പരിപാടിക്ക് വേണ്ടി, ഞാൻ കുറച്ച് ലേറ്റായി. ഉസ്താദേ എവിടെ എത്തി? ഇതാ നിങ്ങളെ പരിപാടിയുടെ സ്ഥലത്ത് എത്താറായിന്ന് മഞ്ചേശ്വരത്ത് ഞാൻ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കളവല്ലേ അത്? പിന്നെ എൻ്റെ നാവ് കൊണ്ട് പറയുന്ന ഇൽമിന് എന്ത് ഫലം ഉണ്ടാവുക? എന്താ ഇതിനെ കൊണ്ട് കാര്യം ഉണ്ടാവുക? കളവറിയല്ലേ മോമിനീങ്ങളെ, കളവറിയരുത്. കളവ് ഇല്ലാത്ത ജീവിതം ഉണ്ടാകും, സത്യസന്ധമായ ജീവിതം. എന്താണ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ? എന്താണ് അർത്ഥം? സത്യസന്ധത എന്ന് പറഞ്ഞാൽ കളവ് പറയരുത് എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം ഉള്ളത്. 6 കാര്യങ്ങൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് സിദ്ഖ് പൂർണ്ണമാവുന്നത്. അക്കാര്യം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. അതെല്ലാം മേളിച്ച ആളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്ന പോസ്റ്റ് കിട്ടുമ്പോൾ വെറും കളവറിയാതിരിക്കൽ മാത്രമല്ല, വാക്കിൽ, പ്രവർത്തനത്തിൽ, ചിന്തയിൽ, ഈ 3 കാര്യത്തിലും കളവ് വരാൻ പാടില്ല. മോശമായ ഒരു ചിന്തയും ഇല്ലാത്ത, കളവ് പറയാത്ത, കളവ് ചെയ്യാത്ത ഈ 3 കാര്യങ്ങളും മേളിക്കുമ്പോഴാണ് സിദ്ദീഖ് ആവുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് എപ്പോഴെങ്കിലും ഫണ്ട് കുറച്ച് കിട്ടട്ടെ, അവന്റെ കളി കാണിച്ചു കൊടുക്കാം, അത് മോശം ചിന്തയാണ്, അതും ഉണ്ടാവാൻ പാടില്ല. അല്ലാണ്ട് വെറും കളവറിയരുത് എന്ന് മാത്രമല്ല, നമ്മളെ ചിന്തയും നമ്മളെ വാക്കും നമ്മളെ പ്രവർത്തനവും എല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാവണം. നമ്മുടെ ജീവിതത്തിൽ സിദ്ഖ് ഉണ്ടെങ്കിൽ, സത്യസന്ധത ഉണ്ടെങ്കിൽ, നമ്മളെ ജീവിതം കുറെ വഅലൊന്നും പറയേണ്ട ആവശ്യമില്ല. നീ കുറെ വാക്കുകൾ കസർത്തടിക്കൊന്നും വേണ്ട, നീ ജീവിച്ചാൽ തന്നെ കുറെ ആള് നന്നാകുമെന്ന് ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു പറയുന്നു. അതിനൊരു ഉദാഹരണം പറയാം, ഒറ്റൊരു ഉദാഹരണം. കൊള്ളക്കാര് യാത്രാ സംഘത്തെ പിടികൂടി. ഓരോരുത്തരുടെ ലഗേജ് പരിശോധിച്ച് അവർക്ക് വേണ്ടത് പിടിച്ചെടുത്ത് അപഹരിച്ച് മോഷ്ടിക്കുകയാണ്. യാത്രക്കാരെല്ലാം വളരെ നിരാശരാണ്. ആ കച്ചവട സംഘത്തിന്റെ എല്ലാ മൂലധനവും ഈ കൊള്ളക്കാര് പിടിച്ചെടുക്കുകയാണ്. ആ ഇടക്ക് ആ യാത്രാ സംഘത്തിൽ ഒരു ചെറിയ മോനുണ്ട്, ഒരു കുട്ടിയുണ്ട്. ആ മോന്റെ കയ്യിൽ കാര്യമായി ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി ഉമ്മ അയച്ചതാണ്.
ഒറ്റക്ക് പോകാൻ മാത്രം സേഫ് അല്ല വഴി. അതുകൊണ്ട് ആ നാട്ടിലേക്ക് പോകുന്ന യാത്രാ സംഘത്തിന്റെ കാഫിലയുടെ കൂടെ ഈ കുട്ടി വന്നതാണ്. പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റിന്റെ, ഒരു മുത്താലിമിന്റെ കയ്യിൽ എന്തുണ്ടാവാനാ? ഈ ബോധ്യമുള്ളത് കൊണ്ട് കൊള്ളക്കാര് ആ കുട്ടിയെ വെറുതെ വിട്ടു. മോൻ പോയി, മോന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഉണ്ട് എന്തുള്ള കളിയാക്ക അല്ല, നമ്മൾ ആരാന്നറിയില്ലേ? കൊള്ളക്കാര്. മോന്റെ കയ്യിൽ എന്താ ഉള്ളത്? പൊന്നോ സ്വർണോ? ആ കുട്ടിയെ വിശ്വാസം വരുന്നില്ല. കാരണം ഈ കുട്ടീന്റെ കയ്യിൽ ആര് സ്വർണ്ണവും പൊന്നു കൊടുക്കാനാ? കൊള്ളക്കാരുടെ തലവന്റെ അടുത്തേക്ക് ഈ കുട്ടിനെ കൂട്ടിയിട്ട് പോയി. ഈ കുട്ടിനോട് ചോദിച്ചു, മോനിക്ക് നമ്മൾ ആരാന്നറിയോ? അറിയാം, കവർച്ച സംഘം. പിന്നെ മോനെന്താ ഇങ്ങനെ തുറന്നു പറയണത്? സ്വർണം എവിടെയുള്ളത്? ഈ സ്വർണം കുപ്പായത്തിൽ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ആര്? ഉമ്മ. എന്തിന്? ഇനിയുള്ള യാത്രകളിൽ പോക്കറ്റ് മണിയായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അതുകൊണ്ട് ഉമ്മ ഉള്ളത് തന്നതാ. മോനിക്ക് നമ്മൾ ആരാന്നറിയില്ലേ? കവർച്ചാ സംഘം. നമ്മൾ ഈ സ്വർണ്ണമൊക്കെ പിടിച്ചെടുക്കൂന്ന് അറിയില്ലേ? അറിയാം. പിന്നെന്താ മോനിങ്ങനെ തുറന്നു പറയണത്? നമ്മൾ കാണാത്ത സ്ഥലത്ത് ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടും മോന്റെ കയ്യിൽ ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടും ഇങ്ങോട്ട് തുറന്നു പറയാൻ ചോദിച്ചപ്പോൾ തുറന്നു പറയാനുള്ള കാരണം എന്താ? ആ കുട്ടി ചെറിയ 2 അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വാക്കങ്ങ് അവതരിപ്പിച്ചു. ആ വാക്ക് ആ കുട്ടീന്റെ വായിൽ നിന്ന് വീഴലോടുകൂടി ലോകത്തൊരു മഹാത്ഭുതം സംഭവിച്ചു. ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനതക്ക് വഴി വെളിച്ചമായിരുന്നു ആ കുഞ്ഞുമോന്റെ നാവിൽ നിന്ന് വന്ന കുറഞ്ഞ അക്ഷരങ്ങൾ. ആ സ്പോട്ടിൽ തന്നെ ആദ്യ റിസൾട്ട് വന്നു. കൊള്ളക്കാര് കൊള്ളപ്പണി നിർത്തി, തൗബ ചെയ്തു. നന്നായി. തീർന്നില്ല. അവർ ഔലിയാക്കളായി, അവര് സൂഫിയാക്കളായി. ഈ കുട്ടി വളർന്നു വന്ന് വലിയായപ്പോൾ ആ വലിയന്റെ മുരീദുമാരായി അവർ മാറി. ഈ കുട്ടി വളർന്നു വലുതായി 1,00,000-ലധികം ആൾക്കാർ തൗബ ചെയ്തപ്പോൾ ആദ്യമായി തൗബ ചെയ്തവർ ഈ കവർച്ചാ സംഘമായി മാറി. അവർ അപഹരിച്ച സ്വത്ത് സാധ്യമാവുന്ന രൂപത്തിൽ അവർ അവകാശികൾക്ക്, യാത്രക്കാർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ കുട്ടി 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വഅ്ള് പറഞ്ഞില്ല. ധാരാളം പേജുകളുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയില്ല. ആ കുട്ടിയുടെ വായിൽ നിന്ന് വന്ന അക്ഷരങ്ങൾ ഇങ്ങനെയായിരുന്നു. ആ അക്ഷരങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്ന കോളേജ് നോട്ട് പുസ്തകത്തിൽ എഴുതിയാൽ ഒരു പേജ് പോയിട്ട്, 1/2 പേജ് പോയിട്ട് ഒരു വരി തികയില്ല. 1/2 വരി. ആ വരിയോടുകൂടി ഈ ലോകത്ത് അത്ഭുതം സംഭവിച്ചു. ആ വരി ഇങ്ങനെയായിരുന്നു. മോനെന്താ നമ്മളോട് ഇങ്ങനെ തുറന്നു പറയാനുള്ള കാരണം? എൻ്റെ ഉമ്മ പറഞ്ഞിന് മോനെ ആരോട് കളവറിയല്ലേ മോനെ. എൻ്റെ ഉമ്മ പറഞ്ഞിന് എൻ്റെ പൊന്നു മോനെ ആരോട് കളവറിയല്ലേ മോനെ. ആ വാക്കുകൾക്ക് 1000-ങ്ങളെ 10,000-ങ്ങളെ ശരിയുടെ വഴിയിലേക്ക് എത്തിക്കാൻ ശക്തി ഉണ്ടായിരുന്നു. കാരണം ആ മോന്റെ വാക്കും നാക്കുമെല്ലാം സിദ്ഖിന്റെ നാവായിരുന്നു. ആ മോന്റെ അക്ഷരങ്ങൾ മുഴുവൻ സിദ്ഖ്, സത്യസന്ധതയുടെ അക്ഷരങ്ങളായിരുന്നു. വാക്കസർത്തുകളില്ല, അക്ഷരാഭ്യാസങ്ങളില്ല. ആ കുട്ടിയുടെ നാവിൽ നിന്ന് വന്ന അക്ഷരങ്ങൾ ഹൃദയത്തിൽ നിന്ന് വന്ന അക്ഷരങ്ങളായിരുന്നു. എൻ്റെ ഉമ്മറിന് മോനെ ആരോടും കളവറിയില്ലേ മോനെ. അത് മതി ഒരു ജനത മുഴുവനും നന്നാവാൻ, അല്ല ഈ ലോകത്ത് മുഴുവനും ശരിപ്പെടുത്താൻ. ആ വാക്കുകളുടെ ഉള്ളിൽ ആശയങ്ങളുടെ ഖനി ഉണ്ടായിരുന്നു, ആശയങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നു. ഇതാണ് സിദ്ഖിന്റെ ഒരു പ്രത്യേകത. അൽ അമീൻ, അൽ അമീൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം വിശ്വസ്തൻ എന്നല്ല. അൽ അമീൻ എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത വിശ്വസ്തൻ എന്നാണ്. നമ്മുടെ ഒക്കെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മളിൽ രൂപപ്പെടേണ്ട ഒന്നാമത്തെ ആശയം, ഉപ്പ കളവ് പറയാറില്ല, ഉമ്മ കളവ് ചെയ്യാറില്ല എന്ന് മക്കൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ വേറെ കുറെ തർബിയത്തിന്റെ ക്ലാസ്സോ പാരന്റിങ്ങിന്റെ സെഷനുകളോ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. ആ മക്കൾ നന്നായിക്കോളും. ഇന്നല്ലാഹ ലയഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി വൽ ഖറയത്തല്ലതി ഹുവ ഫീഹാ. ഒരു ഉപ്പ നന്നായാൽ, ഒരു ഉമ്മ സ്വാലിഹത്തായാൽ ആ കുട്ടിനെ ശരിപ്പെടുത്താൻ ഇനി എവിടെ പോകണം? പോകണ്ട.
വടി നേരെയാണെങ്കിൽ അതിന്റെ നിഴല് വളയില്ല, വടി വളഞ്ഞിട്ടുണ്ടെങ്കിൽ നിഴല് നേരെയും ആവില്ല. ഉപ്പ ഫോണിൽ ഹറാമ് കാണുകയാണ്. ഞാൻ മദ്രസയിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉപ്പ ഫോൺ മിനിമൈസ് ചെയ്യുന്നു, ലോക്ക് ചെയ്യുന്നു, ഓഫാക്കുന്നു എന്ന് 4ാം ക്ലാസ്സിൽ പക്വത എത്തിത്തുടങ്ങിയ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ആയിരക്കണക്കിന് കോളേജിൽ ആ കുട്ടിനെ ചേർത്തിട്ടും ഫലം കാണില്ല. നമ്മൾ സത്യസന്ധരാവണം. എന്താണ് സത്യസന്ധത? കളവ് പറയരുത് എന്നാണോ ഈ സിദ്ഖിന്റെ അർത്ഥം? അല്ല, അത് ഒരു ജുസ് ഉമ്മ, ചെറിയ പാർട്ട് മാത്രമാണ്. സിദ്ഖ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇമാം നവവി റഹ്മഹുല്ലാഹ് അവിടുത്തെ ബുസ്താനുൽ ആരിഫീനിൽ പറഞ്ഞു, അഖല്ലു സിദ്ഖി, സിദ്ഖിന്റെ ഏറ്റവും ചെറിയ രൂപം ഇസ്തിവാഉ സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ദോനോ ബറാബർ ഹേ, ഒരേപോലെ ശുദ്ധി ഉണ്ടാവണം. പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മിത്രമായി, രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ശത്രുവാവുന്ന വാപ്പക്ക് എങ്ങനെയാ നല്ല കുട്ടിയെ കിട്ടുക? മക്കൾ വരുമ്പോൾ വാപ്പ അർജന്റീന ഫ്രാൻസിന്റെ പെനാൽറ്റി ഷൂട്ടൗട്ട് ഓഫാക്കി, മക്കൾ എന്നോ ഒരു കാലത്ത് അത് കണ്ടു, അപ്പോൾ ബാക്കി അവർ ഖിയാസാക്കിക്കൊള്ളും. അഖല്ലു സിദ്ഖി ഇസ്തിവാഉ സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ഒരുപോലെ നന്നാവണം. ഈ കളവിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു വട്ടം നമ്മെ വിശ്വസിക്കുന്നയാൾക്ക് നമ്മൾ പറഞ്ഞത് കളവാണെന്ന് ഒരു വട്ടം ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ പറയുന്ന വാക്കുകളിലെല്ലാം ആ സംശയം നിഴലിക്കും. വാക്ക്, ഭാര്യയോട് പറയാം വാക്ക്, ഇനി ഞാനത് കാണൂല, അവളുമായി ചാറ്റിംഗ് നടത്തൂല, വാക്ക് വാക്ക് എന്ന് എത്ര പറഞ്ഞാലും ആ വാക്ക് ഒരു ചാക്കിന്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടാവും. ഒരു വട്ടം അവൾക്ക് മനസ്സിലായി എന്റെ ഭർത്താവ് എന്നോട് കളവ് പറഞ്ഞിട്ടുണ്ട്. കളവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കളവ് ഭയങ്കര പ്രശ്നം. അതാണ് ഇമാം ഷർവാനി തങ്ങൾ പറഞ്ഞത്, ജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ തെറ്റാണ് കളവ്. കളവ് പറയരുത്, കളവ് ചെയ്യരുത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൽവനൂലി സിത്തം മിൻ അൻഫുസികും, നിങ്ങൾ 6 കാര്യങ്ങൾ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ ദാ വെക്ക്, അൽമനുലകുൽ ജന്ന, സ്വർഗ്ഗം ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരും. ഞാനല്ലേ പറയുന്നത്? ഞാനല്ലേ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യേണ്ടത്? അല്ലേ? ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത് ഞാനല്ലേ? സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ഞാനല്ലേ ആദ്യം പിടിക്കണത്? ഞാനാ പറയണത്, നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരും, നിങ്ങൾ ഒന്നും വേണ്ട. ഖുർആനിൽ 6 കാര്യങ്ങൾ കരാർ ഒപ്പിട്ടാ മതി, അത് മതി. അതിലൊന്നാമത് അവിടെ നിന്ന് പറഞ്ഞത്, വാക്കുകൾ കളവുണ്ടാവാൻ പാടില്ല. നിങ്ങൾ മിണ്ടുമ്പോ സത്യം മാത്രം പറയാം. അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് ഇത്രയും സമയമെടുത്ത് വിശദീകരിച്ചത്.